ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും മകളുടെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ വിക്രത്തിനെ വലിയൊരു അപകടത്തിൽ നിന്ന് മോള് രക്ഷപ്പെടുത്തുകയാണ്. കുറച്ച് ഗുണ്ടകൾ ചേർന്ന് വിക്രത്തിനെ ആക്രമിക്കാൻ വരുമ്പോൾ പേര് വിളിച്ച് വിക്രത്തിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അവരുടെ കയ്യിലിരിക്കുന്ന വടികൊണ്ട് തന്നെ കുട്ടിയുടെ കാലിൽ വന്ന് തട്ടുന്നുണ്ട്. അങ്ങനെ കുട്ടി അൺകോൺഷ്യസായി കുട്ടി ഹോസ്പിറ്റലിലൊക്കെ ആവുകയാണ്. അങ്ങനെ മോളെ ചെന്ന് വിക്രം അവിടെ കാണുന്നുണ്ട്. മോളോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനാണെന്നറിയാതെ മോൾ ഒരുപാട് അടുക്കുകയാണ് വിക്രത്തോട്. പക്ഷേ വിക്രത്തിനും മോളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പേരൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത്. അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആവുകയാണ്. അതിനുശേഷം രാധയെടുത്ത് വന്ന് കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആ കുട്ടിയെ മറക്കാൻ പറ്റുന്നില്ല രാധയെ. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഈറ്റൽ പോലെ എനിക്ക് അവളെ പിന്നെയും കാണണമെന്ന് തോന്നുന്നു. നല്ല പരിചിതമായൊരു മുഖം പോലെ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. രാധയ്ക്കും ആ കുട്ടിയെ കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ട്. എനിക്ക് ആ കുട്ടിയൊന്ന് നാളെ കാണണമെന്ന് പറയും. വിക്രം അതൊരു കാര്യം ചെയ്യാം, നാളെ കാണാം. പക്ഷേ വെറുതെ എങ്ങനെ കുട്ടിയെ കാണാൻ പോകുന്നത്? എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കണ്ടേ? അത് ശരിയാണ്, നമുക്ക് കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലോ എന്ന് വിക്രത്തിൻ്റെ കൂട്ടുകാർ പറയും. അയ്യോ ചേട്ടാ, ഓരോ കുട്ടികൾക്കും ഓരോ ഇഷ്ടമുണ്ട്. ചില കുട്ടികൾക്ക് ചോക്ലേറ്റ് ആയിരിക്കും, ചില കുട്ടികൾക്ക് സ്വീറ്റ്സ് ആയിരിക്കും, ചില കുട്ടികൾക്ക് മറ്റെന്തിനോടെങ്കിലും ആയിരിക്കും ക്രേസ്. എന്തോ ഇഷ്ടമെന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ നല്ലത്? അത് ശരിയാണ്. എങ്കിലും എന്തെങ്കിലും ഇല്ലാതെ എങ്ങനെ കാണാൻ പോകുന്നത്? അത് ശരിയാണ്. എന്തായാലും എനിക്ക് മോളെ കണ്ടേ പറ്റത്തുള്ളൂ. എനിക്കൊരു ദിവസം പോലും മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ വിക്രവും കൂട്ടുകാരും കൂടി ചേർന്ന് രാവിലെ മോളെ കാണാനായിട്ട് തന്നെ റെഡിയായിരിക്കുകയാണ്. സ്കൂളിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് രാവിലെ മോള് പോകാനൊക്കെയായിട്ടൊക്കെ റെഡിയാവുന്ന സമയത്ത് വേദ ഓഫീസിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങുകയാണ്. ആ സമയത്ത് പറയും, മോളെ സ്കൂൾ ബസ് വരുന്നുണ്ട്, സൂക്ഷിച്ച് സ്കൂൾ ബസ്സിൽ കയറണം. സ്കൂൾ ബസ്സിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്, കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങണം, തിരിച്ച് അതുപോലെ തന്നെ കയറണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അമ്മ എന്തിനാ എപ്പോഴും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നത്? എനിക്കറിയത്തില്ലയോ, ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ സ്കൂൾ ബസ്സിൽ കയറുന്നത്. എനിക്കറിയാം കറക്റ്റായിട്ട് സ്കൂൾ ബസ്സിൽ കയറാനും ഇറങ്ങാനും. നിനക്കെല്ലാം അറിയാം, എല്ലാ ദിവസവും എല്ലാം പറഞ്ഞു തന്നാൽ പോലും നീ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിക്കുമെന്ന് പറയും. ശരി, അമ്മയുടെ അല്ലേ മോള് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലൊരു കുഞ്ഞു സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം മോള് സ്കൂൾ ബസ് ഇറങ്ങുകയാണ്. സ്കൂളിൻ്റെ ഗേറ്റിനടുത്ത് ഇറങ്ങും. ആ സമയത്ത് മോളെ കാണുന്നതും വിക്രം ഓടി വന്ന് മോളേന്ന് വിളിക്കുന്നുണ്ട്. വിക്രത്തിനെ കാണുന്നതും മോള് വിക്രം എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. മോളേന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹത്തിലാണ്. മോൾക്ക് എങ്ങനെയുണ്ട്? ഞാൻ നല്ല ഹെൽത്തിയാണ്. ഞാൻ നല്ല റാഗി ദോശയും ചിക്കനും ഒക്കെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ബലമുണ്ട്. വിക്രത്തിനോ? ഞാനും ഇതേ കണക്കുള്ള ആഹാരമൊക്കെ കഴിക്കുന്നതെന്ന് പറയും. വിക്രത്തിന് എന്താ ജോലി? എനിക്കങ്ങനെ വലിയ ജോലിയൊന്നുമില്ല, എല്ലാവരെയൊക്കെ സഹായിക്കുന്ന ജോലിയാണെന്ന് പറയും. അതൊരു ജോലിയാണോ? അതൊരു ജോലിയാണ്. പിന്നെ മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ? എന്നെ കണ്ടാൽ അറിയത്തില്ലേ ഞാൻ നല്ല ഹെൽത്തിയാണെന്ന്? വിക്രമോ? എനിക്കും കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. ശരി, വിക്രം എന്നെ കാണാൻ വന്നതാണോ? പിന്നെ ഇന്നലെ മോളെ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം മോളെ കാണണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. അങ്ങനെ രാവിലെ മോളെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയും. എങ്കിലും വെറും കൈയോടെ എങ്ങനെ മോളെ കാണാൻ വരുന്നത്? മോൾക്ക് എന്തെങ്കിലും മേടിച്ച് തരാമെന്ന് പറയും. ഉടനെ പറയും, എന്ത് മേടിച്ച് തരാൻ? എന്തെങ്കിലും ഒരു സാധനം മോൾക്ക് മേടിച്ച് തരണ്ടേന്ന് പറയും. അങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും മേടിച്ച് കഴിക്കല്ലെന്നാണ് എൻ്റെ വിജയമ്മ പറഞ്ഞേക്കെന്ന് പറയും. ഞാനിപ്പോൾ സ്ട്രേഞ്ചറൊന്നും അല്ലല്ലോ. എന്നാലും വേണ്ട എന്ന് പറഞ്ഞു കൂടി വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മോടക്കാൻ പറയും. ഡോണ്ട് ടച്ച് മീ. അതെന്താ? അതിന് ഞാൻ മോളെ കിസ് ചെയ്തല്ലോ, ജസ്റ്റ് ഇങ്ങനെ കവിൾ തൊട്ടേലേ ഉള്ളൂ. വേണ്ട, പരിചയമില്ലാത്ത ആരും കിസ് ചെയ്യുന്നതിന് മുമ്പ് പെർമിഷൻ ചോദിക്കണം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് കൂട്ടുകാർ പറയും, വേദ എന്താ? ഒന്നുമില്ലെന്ന് പറയും. അപ്പോൾ വേദ അതേ കണക്കാണ് പെരുമാറുന്നത്. കാരണം ആരോടും വലിയ രീതിയിലുള്ള അടുപ്പൊന്നും കാണിക്കാതെ ക്യാരക്ടർ, അതേ സെയിം സ്വഭാവമാണ് മോളുടേത്. എങ്കിൽ വാ, എനിക്ക് അവിടുത്തെ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചാൽ മതിയെന്ന് പറയും. അതെന്താ? ഞാൻ അവിടുത്തെ കടയിൽ ചോക്ലേറ്റ്സാണ് കൂടുതലും കഴിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതിനകത്ത് ഒരു പെട്ടിക്കകത്ത് നിന്ന് കുറച്ച് ചോക്ലേറ്റ് എടുക്കും. അപ്പോൾ വിക്രം പറയും, വിക്രത്തിൻ്റെ ഫ്രണ്ട്സ് പറയും, അത് വേണ്ട മോളെ. അതെന്താ? എനിക്കത് മതി. അത് വേണ്ട, അത് കുട്ടിക്ക് കൊടുക്കണ്ടെന്ന് പറയും. എങ്കിൽ വേണ്ട മോൾ, ഈ ലോലിപ്പോപ്പ് എടുക്കും, എനിക്കത് മതി വിക്രം. തൽക്കാലം ഇത് കഴിയുമ്പോളെ, അത് നമുക്ക് പിന്നെ കഴിക്കാമെന്ന് പറയും. അങ്ങനെ വിക്രം വാങ്ങിച്ചെടുക്കുന്ന സ്വീറ്റ്സൊക്കെ മോൾ കഴിക്കുകയാണ്. അതിനുശേഷം ശരി വിക്രം ബായ് എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. അതിനുശേഷം ഫ്രണ്ട്സ് വന്നിട്ട് പറയും, വിക്രം മോൾക്ക് ആ ചോക്ലേറ്റ് കൊടുക്കാനും നന്നായെന്ന് പറയും. എന്തു പറ്റി? ആ ചോക്ലേറ്റ് എന്തോ ചെറിയ ലഹരിയുള്ള ചോക്ലേറ്റാണെന്ന് തോന്നുന്നു. എല്ലാ കുട്ടികളും അത് തന്നെ മേടിക്കുന്നത്. അത് കുട്ടികളെ ചെറുപ്രായത്തിൽ ലഹരിയിലോട്ട് അടുപ്പിക്കുന്ന ഒരു തരം മിഠായിയാണ്. അത് കഴിച്ചാൽ പിന്നെയും അത് കഴിക്കണമെന്നുള്ള ടെൻഡൻസി കൂടുമെന്ന് പറയും. അങ്ങനെയാണോ? ശരി, എങ്കിൽ നമുക്കത് കഴിക്കണ്ട. വിക്രം വെച്ചിട്ട് കഴിച്ചു നോക്കാൻ പറയാം. കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് തന്നെ രാധയുടെ അച്ഛനും അങ്ങോട്ട് വരും. അത് ശരിയാ വിക്രം, ഇവർ പറഞ്ഞത് ആ മിഠായിക്ക് അങ്ങനെ ഒരു ലഹരിയുണ്ട്. കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും കഴിക്കാൻ തോന്നും. അതാണ് മോൾക്കും ഇപ്പോൾ അത് വേണമെന്ന് നിർബന്ധം പിടിച്ചെന്ന് പറയും. അപ്പോൾ ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങളെ ലഹരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടില്ലേ? അപ്പോൾ ഇതിനെതിരെ ഉള്ള ക്യാമ്പയിൻ തുടങ്ങണമെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ വിക്രത്തിൻ്റെ മനസ്സ് മുഴുവൻ മോളാണ്. മോളോട് സംസാരിക്കുന്നതും പിന്നെ വേദയുടെ ഓർമ്മകളൊക്കെയാണ് മനസ്സിൽ. ആ സമയത്ത് വേദ ഉറങ്ങുന്ന സമയത്ത് വിക്രത്തിനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിക്കുന്ന സമയത്ത്
ഹലോ വിക്രം, ആ മോളെ സുഖമാണോ? എനിക്കേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വിക്രം. ഞാൻ ആകാശത്തോട്ടൊക്കെ നോക്കുമ്പോൾ എനിക്ക് വിക്രത്തിൻ്റെ മുഖം ഓർമ്മ വരുന്നു. എനിക്കും അതേ കണക്കാണ്. എൻ്റെ മോളെ കാണാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ വലിയ വിഷമം കണക്ക്. അങ്ങനെ അവർ തമ്മിൽ അച്ഛനും മകളും ആണെന്നറിയാതെ ഒരുപാട് അങ്ങ് അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങൾ ബാക്കി കഥകളുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും വിക്രത്തിൻ്റെയും വേദയുടെയും മകളുടെയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.